ആലുവ റൂറൽ SP M ഹേമലത IPSനെ പറ്റി പരാതി. അവർ ഒരു മന്ത്ലി ക്രൈം കോൺഫറൻസ് ആലുവ SP ഓഫീസിൽ നടത്തി. ആ സമയത്ത് 10 മണിക്ക് ക്രൈം കോൺഫറൻസ് തുടങ്ങും. അവിടെയുള്ള SHOമാരും SIമാരും ഓഫീസേഴ്സ് എല്ലാവരും ആ മന്ത്ലി കോൺഫറൻസിന് ഹാജരാകണം. അതിൽ 2 പേര് മുളന്തുരുത്തി SHO സർക്കിൾ ഇൻസ്പെക്ടർ മനീഷ് പൗലൂസും വനിതാ SI പ്രിൻസിയും 10 മിനിറ്റ് താമസിച്ച് കോൺഫറൻസിലെത്തി. അവർക്കത് പിടിച്ചില്ല. അവരൊരു പണിഷ്മെൻറ്റ് പ്രപ്പോസ് ചെയ്തു. മനീഷ് പൗലൂസും SI പ്രിൻസിയും 10 കിലോമീറ്റർ ഓടിയിട്ട് വരാൻ 10 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ ആ ലൊക്കേഷൻ, അവർ നിൽക്കുന്ന സ്ഥലം, അതെല്ലാം വീഡിയോ കൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ദൃശ്യത്തിൽ കൂടി അവർക്ക് അയക്കാനും ഉത്തരവായി. SHO എന്ന് പറഞ്ഞ ആ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു സീനിയർ ഓഫീസറാണ്. അദ്ദേഹത്തിന് SP-യെക്കാട്ടിലും കൂടുതൽ ജോലിയുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇപ്പം ചാർജ്. എടുപ്പത് ജോലിയാണ് എല്ലാവർക്കും. അത് രാത്രിയും പകലുമൊന്നുമില്ല, ഞായറോ ഹോളിഡേ ഒന്നുമില്ല. കേരളത്തിലെല്ലാവരും പോലീസ് ഓഫീസേഴ്സ്, പോലീസ് സ്റ്റേഷൻ ചാർജിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും അത് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൃത്യമായിട്ട് അവർ SP-യുടെ ഓഫീസിൽ ക്രൈം കോൺഫറൻസിന് എത്താൻ ചിലപ്പം 10 മിനിറ്റ്, ചിലപ്പോൾ അരമണിക്കൂർ, ചിലപ്പം വരാനും കഴിയില്ല. ആ കേസിൻ്റെ സ്വഭാവം എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ അവിടെ SP നിഷ്കർഷിക്കുന്ന പോലെ കറക്റ്റ് 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് വന്നില്ലെങ്കിൽ അത് പണിഷ് ചെയ്യുകയല്ല വേണ്ടത്. അതിന് അവരോട് കാര്യം അന്വേഷിക്കണം. അപ്പോൾ അവിടെ എന്തെങ്കിലും പെറ്റീഷൻ മാറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും എമർജൻസി ഉണ്ടാവും, ചിലപ്പോൾ ഒരു അണ്ണാച്ചുൽ ഡെത്ത് ഉണ്ടാവും, ചിലപ്പോൾ അടിപിടി കുത്തുണ്ടാവും. ആ കാര്യങ്ങൾ SP അന്വേഷിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ ഇതുപോലുള്ള പണിഷ്മെൻറ്റ് കൊടുക്കാവൂ. ഒരു സീനിയർ ഓഫീസറാണ് SHO എന്ന് പറയുന്ന ആൾ. അയാൾക്ക് ഇങ്ങനൊരു പണിഷ്മെൻറ്റ് കൊടുക്കാൻ കഴിയില്ല. അതിന് വേറെ കാര്യങ്ങളാണ് സാധാരണ പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സിൽ കിടക്കുന്നത്. അയാൾ കോൺഫിഡൻഷ്യൽ എഴുതാം, SP എഴുതണമല്ലോ. ഇയാൾ പതിവായിട്ട് ലേറ്റായിട്ട് വരുന്ന ഓഫീസറാണ്, അപ്പോൾ ഡിസിപ്ലിൻ കുറവാണ്, എഴുതാമല്ലോ. ഇല്ലെന്നുണ്ടെങ്കിൽ കോൺഫറൻസിന് ശേഷം അവർക്ക് ഒരു 2 ദിവസമോ 3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിന് ആംഡ് പോലീസിലോട്ട് അയക്കാം. അവർക്ക് ട്രെയിനിങ്ങോ 1, 2, 3 ദിവസം നടത്താം. അതിന് SP-ക്ക് അധികാരമുണ്ട്. പക്ഷേ ഒരു SHO എന്ന് പറയുമ്പം ഒരു ഗസറ്റഡ് ഓഫീസറാണ്. സബ് ഇൻസ്പെക്ടർ വരെയുള്ള കാര്യത്തിൽ SP-ക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ. ഗസറ്റഡ് ഓഫീസറാണെങ്കിൽ വീണ്ടും അവർ മേലുദ്യോഗസ്ഥൻ്റെ അനുവാദം വേണം. അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ ഒരു ക്യാമ്പിലേക്ക് ട്രെയിനിങ്ങിന് പരേഡിന് അയക്കണമെന്നുണ്ടെങ്കിൽ അവർ മേലുദ്യോഗസ്ഥരുടെ അനുവാദത്തോടെ മാത്രമേ കഴിയുള്ളൂ. ഇത് ഹേമലത വന്ന IPS SP-ക്ക് എക്സ്പീരിയൻസ് കുറഞ്ഞത് കൊണ്ടാണ് അവരിങ്ങനെയുള്ള കാര്യത്തിലേക്ക് എടുത്തു ചാടിയത്. എന്തായാലും ആ ഒരു സംഭവത്തെപ്പറ്റി പോലീസ് അസോസിയേഷനൊക്കെ അവർക്കെതിരായിട്ട് സംസാരിച്ചിരിക്കുന്നത് കണ്ടു. ഒരു ദിവസത്തെ പരേഡ് AR ക്യാമ്പിൽ കൊടുക്കുന്നതിന് തടസ്സമില്ല, കൊടുത്തോളൂ. പക്ഷെ അത് SI വരെയുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ SP-ക്ക് അധികാരമുള്ളൂ. അത് SP ആണ്, IPS ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സിൽ ഡിസിപ്ലിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അതാത് നിലവാരത്തിലുള്ള സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ ആ SP-ക്ക് അത് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരു SHO മുളന്തുരുത്തി SHOയെ 10 കിലോമീറ്റർ ഓടി അവിടെ നിന്നിട്ട് അതിന് ലൊക്കേഷൻ അവർ വീഡിയോയിൽ കൂടെ അവരെ ദൃശ്യത്തിൽ കൂടെ അറിയിക്കണമെന്നൊക്കെ പറയുന്നത് അപക്വമായ ഇമ്മച്യൂറായ ഒരു തീരുമാനമാണ്. IPS കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എല്ലാ ഡിസിപ്ലിനും അല്ലെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് അവരെ തലയിൽ കയറിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ഇങ്ങനെയുള്ള ഡയറക്റ്റായിട്ട് വരുന്ന IPS ഓഫീസേഴ്സ് അവർ എടുത്തുചാടി ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കരുത്, ഇങ്ങനെയുള്ള ഓർഡേഴ്സ് ഇടരുത്, ഇങ്ങനെയുള്ള സംസാരം കൊള്ളില്ല. കുറച്ചുകൂടെ പക്വതയോടുകൂടി സംസാരിക്കാൻ പഠിക്കണം. ഇത് തീർച്ചയായിട്ടും അവരുടെ മുന്നോട്ടുള്ള ഇനിയുള്ള സർവീസ് കാലഘട്ടത്തിൽ ഇതൊരു ബ്ലാക്ക് മാർക്കായിട്ട് തന്നെ കിടക്കും എന്ന് കരുതി യാതൊരു സംശയമില്ല. അങ്ങനെ പല IPS കിട്ടിയ SP-മാർക്കും DIG വരെയുള്ളവർക്കൊക്കെ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറ്റി പലരും അതിൽ നിന്ന് പിന്നെ കാല് പിടിച്ച് രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കാരണം
എടുത്തു ചാടി കളവായിട്ട് കേസെടുത്ത ഒരു വനിതാ IPS ഓഫീസറെ എനിക്കറിയാം. പിന്നീട് അത് ഒത്തീർപ്പിലേക്ക് പോയി. അവർ അതിൻ്റെ കോമ്പൻസേഷൻ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടിയും വന്ന് ചരിത്രമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് IPS ഓഫീസേഴ്സ് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ശരി, അവർ കുറച്ചുകൂടെ പക്വതയോടുകൂടി മാത്രമേ നീങ്ങാവുള്ളൂ. ഇത് ഡിസിപ്ലിനറി ഫോഴ്സാണ്. ഇവിടെ അവരുടെ ലോജിക്ക് അനുസരിച്ചല്ല കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ പ്രാവർത്തികമായി നടക്കുന്ന നിയമപരമായ പല കാര്യങ്ങളും ഡിസിപ്ലിനായിട്ട് എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുള്ള പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് 4 വോളിയുണ്ട്. അതെടുത്ത് വായിക്കുന്നത് ഉചിതമായിരിക്കും പുതിയ IPS ഓഫീസേഴ്സിന്. ക്രൈം കോൺഫറൻസ് നടത്തുമ്പോൾ ഓരോ പോലീസ് സ്റ്റേഷനും ആലുവ റൂറൽ SP കീഴിലുള്ള എത്ര പോലീസ് സ്റ്റേഷനുണ്ടോ അവിടുത്തെ SHOമാരും അദ്ദേഹത്തിന് അവിടെ വേറെ ഏതെങ്കിലും മർഡർ കേസിലോ അങ്ങനെയുള്ള ഗ്രേവ് കേസിലോ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സീനിയർ മോസ്റ്റ് SI സബ് ഇൻസ്പെക്ടറാണ് സാധാരണഗതിയിൽ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യുന്നത്. എല്ലാവരെയും ഒരേ തരത്തിൽ കോൺഫറൻസിൽ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അത് ചിലപ്പം പൊതുജനങ്ങൾ സഫർ ചെയ്യും. അതുകൊണ്ട് ഇവിടെ ആ SHO സമയത്ത് എത്തിയില്ലെങ്കിൽ അതിൻ്റെ കാരണം അന്വേഷിക്കുക, അത് മനസ്സിലാക്കുക എന്നല്ലാതെ ഇതുപോലെയുള്ള ജൽപ്പനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അതിന് അധികാരം ഉണ്ടായിരിക്കും, പക്ഷേ അതല്ല, പൊതുജന നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പോലീസിനെ വെച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലുള്ളവർ അവിടെ പൊതുജനങ്ങളുമായിട്ട് സംസാരിക്കുകയോ അവരുമായിട്ടുള്ള കേസിൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കുകയോ ചെയ്യുന്ന സമയത്ത് കോൺഫറൻസിന് പോയില്ല എന്ന് പറഞ്ഞ് ശിക്ഷിപ്പിക്കുന്നത് ശരിയല്ല. കോൺഫറൻസിന് അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അവിടുത്തെ SI വന്നാൽ മതിയല്ലോ. ഓരോ മാസവും ഓരോ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തു, ഗ്രേവ് ക്രൈം എത്ര, അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയ കേസുകൾ എത്ര, അതിൻ്റെ റിവ്യൂ, അതിൻ്റെ പെർസെൻറ്റേജ്, ഇതൊക്കെയാണ് SPക്ക് അവിടെ കോൺഫറൻസിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഒരു കോൺഫറൻസ് രാവിലെ തുടങ്ങിയാൽ ചിലപ്പോൾ ഉച്ച വരെ അല്ല ഉച്ച കഴിഞ്ഞുമൊക്കെ നീളുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും അതൊരു സൂപ്പർവൈസിങ് ഓഫീസേഴ്സ് ആ കോൺഫറൻസ് മന്ത്ലി നടത്തുന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഓരോ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെ വിളിച്ചു വരുത്തി അവരുടെ സൗകര്യം അനുസരിച്ച് ഒരു റിവ്യൂ നടത്തിയാൽ ഈ ദീർഘനേരമുള്ള കോൺഫറൻസുകളൊക്കെ ഒഴിവാക്കാൻ കഴിയും. കാരണം അങ്ങനെ ഒരു കോൺഫറൻസ് നടത്തുന്നത് പ്രത്യേകിച്ച് ലോക്കൽ പോലീസിലാവുമ്പോൾ അത് പൊതുജനങ്ങൾ ഒത്തിരി സഫർ ചെയ്യും. അവിടെ എല്ലാ ദിവസവും പെറ്റീഷനുള്ള 10, 15, 20 പേര് ഓരോ പോലീസ് സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്യും ഇവരെ പ്രതി SHO അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ വരാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കോൺഫറൻസ് നടത്തുമ്പം SHO വന്നില്ലെങ്കിൽ അവിടുത്തെ സീനിയർ മോസ്റ്റ് SI അവർ ആരും അവൈലബിൾ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അക്കൗണ്ടബിൾ അല്ലെങ്കിൽ റൈറ്റർ വന്ന് അത് SPയുടെ മുമ്പിൽ ആ പെൻഡൻസിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പെൻഡൻസി കൂടുതലുള്ള പോലീസ് സ്റ്റേഷനിൽ SP നേരിട്ട് പോയി അത് ഇൻസ്പെക്ഷൻ നടത്തി അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുമെങ്കിൽ പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് ഉചിതം. അങ്ങനെയൊക്കെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് നിലവാരമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അല്ലാതെ ഒരു വ്യക്തിയുടെ ആരായാലും SP ആയാലും AG ആയാലും IG ആയാലും ADGP ആയാലും ശരി, ആ വ്യക്തിയുടെ തോന്നിയാസം നടക്കുന്ന സ്ഥലങ്ങളല്ല പോലീസ്. വ്യക്തികളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് പോലീസ് അഡ്മിനിസ്ട്രേഷനുണ്ട്, അതിനുള്ള സർക്കുലറുണ്ട്, അതിനുള്ള പല ഉത്തരവുകളുണ്ട്, ഗവൺമെൻറ് ഉത്തരവുകളുണ്ട്, ഹോം സെക്രട്ടറിയുടെ ഉണ്ട്, ചീഫ് സെക്രട്ടറിയുടെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പോലീസിലെ കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ ഒരു പുതിയൊരു IPS ഓഫീസറുടെയോ അല്ലെങ്കിൽ പുതിയ ഒരാളുടെ ഡിസ്ക്രിപ്ഷൻ വെച്ച് അയാളുടെ ലോജിക്ക് അനുസരിച്ചുമല്ല പോലീസിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള കാര്യം ഓർമ്മയിരിക്കുന്ന എല്ലാവർക്കും നല്ലതാണ്.